ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോപ്കോൺ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അരക്കപ്പ് കോണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഡ്രൈഡ് കോണാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പോപ്കോൺ തയ്യാറാക്കുന്നത്. ആദ്യം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ബട്ടർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ബട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺ ചേർത്ത് കൊടുക്കാം. കോൺ ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോണൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കോണൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ കോണൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആ കോണൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ മൂടി തുറക്കരുത്. കോണെല്ലാം പൊട്ടിയതിന് ശേഷം മാത്രമേ മൂടി തുറക്കാവുള്ളൂ. ഇതിൽ ഞാൻ ബട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറും ഗീയും ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പോപ്കോൺ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയാക്കാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴേക്കും ഈ കോണൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ കോണൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ബട്ടറും അതുപോലെ ഉപ്പും ഒക്കെ കോണിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോണെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിന് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്